നിനക്ക് എന്താ കണ്ണ് കാണാല്ലേ, നിന്റെ കണ്ണിന്റെ മുന്നിലുണ്ടായിട്ട് ഈ സാധനം നിനക്ക് എന്താ കാണാത്തത്? ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും കണ്ണിന്റെ മുന്നിൽ ഉണ്ടായിട്ടും കാണാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? അതാണ് നമ്മുടെ മൂക്ക്. നിങ്ങൾക്ക് സംശയമുണ്ടോ? എങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മുടെ മൂക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിലാണ്. പക്ഷെ നമുക്കത് കാണുന്നുണ്ടോ? കാണാനൊരു വഴി കൂടെ ഞാൻ പറഞ്ഞു തരാം. കണ്ണൊന്ന് പതുക്കെ താഴ്ത്തി ഒന്ന് ചെരിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ മൂക്കുള്ളതായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മൂക്ക് നമ്മുടെ കാഴ്ചയുടെ പരിധിയിൽ വരാത്തത്? അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ തലച്ചോറ് അതിനെ നിരാകരിക്കുന്നത് കൊണ്ടാണ്. റൂമിനുള്ളിലത്തെ ഫാന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ റൂമിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ദിവസം റൂമിൽ കയറുമ്പോൾ നമ്മൾ ഫാനും മാറ്റും എല്ലാം ശ്രദ്ധിക്കും. പക്ഷെ സ്ഥിരം ഉപയോഗിക്കുന്ന റൂമിലെ ഫാനും മാറ്റും ഒക്കെ നമ്മുടെ കാഴ്ചയുടെ ഒരു മാറ്റർ ആയിട്ട് വരാറേ ഇല്ല. അതിന് കാരണം ബ്രെയിന് അതിനെ ഒന്നും അത്ര പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മുടെ കാഴ്ചയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറ് നമ്മളെ കൊണ്ട് എല്ലാതും കാണിപ്പിക്കുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കാഴ്ചകളാണ് നമ്മുടെ കണ്ണിന് മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാം പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കണ്ണിലൂടെ വിഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ഫോണിലെ ഒരു ദിവസം ഒരു 5000-ലധികം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ഫോണിനെ ഒന്ന് സൈലന്റ് മോഡിലോട്ട് മാറ്റും. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നാൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അതിലെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ നമുക്ക് മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതേ സെയിം ടെക്നിക്കാണ് ബ്രെയിൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാഴ്ചയിൽ ഓരോ നിമിഷവും കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് കാഴ്ചകൾ എല്ലാം നമ്മുടെ ബ്രെയിനിലോട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട പലതും നമുക്ക് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഫോണിനെ നമ്മൾ സൈലന്റ് മോഡിലേക്ക് ആക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ മൂക്കിനെ സൈലന്റ് മോഡിലോട്ട് ആക്കുന്നു. കാരണം മൂക്ക് എപ്പോഴും അവിടെ ഉണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മൂക്കിനെ പയ്യെ സൈലന്റ് മോഡിലോട്ടാക്കി മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളെ നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് ബ്രെയിൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. നമ്മുടെ ഒരു കണ്ണൊന്ന് അടച്ചേ, എന്നിട്ട് തുറന്നിരിക്കുന്ന കണ്ണുകൊണ്ട് നമ്മുടെ മൂക്കിനെ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മൂക്കിനെ കാണുന്നുണ്ട് അല്ലേ? കാരണം നമ്മുടെ വിഷന്റെ 50% ഇല്ലാത്തത് കൊണ്ട് ബ്രെയിനിന്റെ ഫിൽട്ടറിങ്ങും പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വിഷനാണ് ബ്രെയിന് നമുക്ക് തരുന്നത്. നമുക്ക് 2 കണ്ണുകളാണുള്ളത്. ഈ 2 കണ്ണുകളും സ്ഥിതി ചെയ്യുന്നത് മൂക്കിന്റെ 2 വശങ്ങളിലാണ്. അപ്പൊ സ്ഥിരമായി മൂക്കിന്റെ 2 ഭാഗങ്ങളും ബ്രെയിനിലോട്ട് മെസ്സേജ് ആയി പോകുന്നുണ്ട്. സ്ഥിരമായി കിട്ടുന്ന ഒരുപോലെയുള്ള 2 ചിത്രങ്ങൾ കൂട്ടി വെക്കുമ്പോൾ ബ്രെയിന് അത് മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ സ്ഥിരമായി ധരിക്കുന്ന വാച്ചിന്റെ കാര്യമാണെങ്കിലും ചിലപ്പോൾ വാച്ച് അവിടെയുള്ള കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി കയ്യിൽ ധരിക്കുന്ന മോതിരവും പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. ഇതൊരിക്കലും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഇത്തരം വസ്തുക്കൾ വരാത്തത് കൊണ്ടല്ല, ഇത് സ്ഥിരമായി കാണുന്നത് കൊണ്ടും അത്ര പ്രധാനമല്ലാത്തത് കൊണ്ടും ബ്രെയിൻ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതാണ്. ഇനി കണ്ണിന് മുന്നിൽ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് മൂക്ക് കാണാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ കണ്ണ് സ്ഥിരമായി നിങ്ങളുടെ മൂക്കിനെ കാണുന്നുണ്ട്. പക്ഷെ എന്നും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന വസ്തു ആയതുകൊണ്ട് അതിന് അത്ര പ്രധാനമുള്ളതായിട്ട് ബ്രെയിൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇൻഫോർമേഷനെ ബ്രെയിൻ നിസ്സാരമായി അവഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ അറിയിക്കണേ. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റിലൂടെ അറിയിച്ചാൽ അടുത്ത വീഡിയോയിൽ തീർച്ചയായും ആ വിഷയവുമായി ഞങ്ങൾ തിരിച്ചു വരാം. ടിൽ ദെൻ ബൈ.